ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ഞാൻ ഇവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, നേർമയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തുടങ്ങാം. സ്റ്റൗ വച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇവിടെ 1 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ട് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.